വാദകള് ഇവർക്കൊക്കെ സെൻട്രൽ ജയിലിൽ നിന്ന് പരോള് കിട്ടണമെങ്കിൽ ഹോം സെക്രട്ടറിക്ക് ഞാനൊരു കത്തെഴുതി കൊടുത്താൽ മതി ഇത്രേ. അതുപോലെ MLA റോഡിന് എന്റെ ഒരു കത്ത് മതിയെന്ന്. നിന്റെ കത്തിന് വന്നൊരു വിലേ. വീട്ടിൽ എന്റെ പെട്ടിയില് 100 കണക്കിന് കത്തുകൾ കിടപ്പുണ്ട്. ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയോജനമുണ്ടോ? എന്തിനാ എന്നിട്ട് സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? എടുത്ത് കത്തിച്ചു കളഞ്ഞൂടെ? വരട്ടെ. കല്യാണം കഴിഞ്ഞ് കുട്ടികളൊക്കെ ആയിട്ട് അവരക്ഷരം പഠിച്ചു കഴിയുമ്പോ അവരുടെ മുമ്പിൽ വെച്ച് ഓരോന്നോരോന്നായിട്ട് വായിക്കണം. അതൊക്കെ മനസ്സിലിരിക്കുള്ളൂ. ഇനി അവിടെ വന്ന എന്റെ ആദ്യത്തെ ജോലി അതൊക്കെ എടുത്ത് കത്തിക്കില്ല. പിന്നെ കല്യാണം കഴിഞ്ഞ ഇതുപോലെ പരോള് കൊടുക്കാനും MLA റോഡ് ഉണ്ടാക്കാൻ ആൾക്കാർ വരാനൊന്നും ഞാൻ സമ്മതിക്കില്ല. പിന്നെ കൊണ്ടുപോവില്ല അങ്ങോട്ട്. അപ്പുറത്തേക്ക് വന്ന ആൾക്കാരെ ഒന്ന് പറഞ്ഞേച്ചേ. വളരെ അത്യാവശ്യക്കാരെ മാത്രമേ ഞാൻ ബാക്കി നിർത്തിയിട്ടുള്ളൂ. പിന്നെ പൊതുവാള് വലിയൊരു ഇടിവാളായിട്ട് മാറിയിട്ടുണ്ട്. അയാൾ അത്രയ്ക്കാണ് ഷൈൻ ചെയ്യാൻ വിടണ്ട. സുധാകരൻ ഇവിടെ ഇരുന്നാ മതി. ഒന്നും ഉണ്ടായിട്ടല്ല, എന്നാലും ബന്ധമൊക്കെ നമ്മൾക്കല്ലേ അറിയുള്ളൂ. കല്യാണം കഴിഞ്ഞിട്ടില്ലാത്ത MLA കൂടെ ഒരുത്തം വെറുതെ എങ്ങനെ ചുറ്റിത്തിരിയണത് നാട്ടുകാർക്ക് അത്ര ഇഷ്ടം ഉണ്ടാവില്ല. അവൾക്ക് നല്ലൊരു രാഷ്ട്രീയ ഭാവിയുള്ളതാ.